യാ 2020 അവസാനമായിട്ട് നമ്മൾ ഈ ചാനലിൽ വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു ലോങ് ടേമിൽ എന്ത് സംഭവിച്ചു? ഇത്രയും ലോങ് ടൈം പീരീഡിൽ 2020 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2019-20 ആ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ മുന്നേ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ലോങ് ടൈമിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ 25 ഓൾമോസ്റ്റ് 4 to 5 വർഷത്തെ ഗ്യാപ്പ്. സോ അന്ന് ഉണ്ടായിരുന്ന മിക്ക വീഡിയോസ് ഇപ്പം ഇന്ന് ഈ ചാനലിലില്ല. ഓൾമോസ്റ്റ് 10 to 15 വീഡിയോസോളം നമ്മൾ അന്ന് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൊരൊറ്റ വീഡിയോ ഒഴികെ ബാക്കി എല്ലാ വീഡിയോസും ഞാനെടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ അതിനുള്ള റീസൺസ് എന്താണ്? എന്തുകൊണ്ട് ഞാൻ ഈ ചാനൽ കാര്യങ്ങൾ പിന്നീട് ഫോളോ അപ്പ് ചെയ്തില്ല? എന്തുകൊണ്ട് ഞാൻ പിന്നീട് വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തില്ല? ചെയ്ത വീഡിയോസ് എന്തുകൊണ്ട് ഞാൻ അടുത്ത് റിമൂവ് ചെയ്ത്? ഈ വക വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വൺസ് മോർ പറയാം, ഈ ഒരു ചാനലിൽ ഓൾമോസ്റ്റ് 300 സംതിങ് സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട്. സോ ഈ ഒരു 300 സംതിങ് സബ്സ്ക്രൈബേഴ്സിൽ ഓൾമോസ്റ്റ് എന്നെ പേഴ്സണലി അറിയുന്ന ആളുകളുണ്ടാവും, അറിയാത്ത ആളുകളുണ്ടാവും. സോ അറിയുന്ന ആളുകൾക്ക് എന്താണ് റീസൺസ് എന്നുള്ളത് മേ ബി പലർക്കും അറിയുന്നുണ്ടാവും, നേരിട്ട് അറിയുന്ന പലർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ ഈ ചാനലിലൂടെ എന്നെ പരിചയപ്പെട്ട, ഞാൻ ഈ ചാനൽ ത്രൂ എന്നെ അറിയുന്ന ചില ആളുകൾ, അവർക്ക് ഇതിൻ്റെ റീസൺ എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. സോ അവരും എനിക്ക് വാല്യുബിൾ ആണ്. സോ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ ഞാൻ ആക്ച്വലി ഇത് ഒരുപാട് റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കറിയാം, പക്ഷേ ഈ ഒരു മിനിമം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ ചില്ലറ അടങ്ങാറൊന്നല്ല ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരും എനിക്ക് വാല്യുബിൾ ആണ്. സോ ഈ ഒരു 2020 ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ഉത്ഭവിച്ചിട്ടുള്ള ആ ഒരു ടൈമാണ് 2020 അല്ലെങ്കിൽ 2019 കാലഘട്ടം. ദ മെയിൻ റീസൺ ഈസ് കൊറോണ ആൻഡ് COVID-19 ലോക്ക്ഡൗൺ. സോ ഈ ഒരു ലോക്ക്ഡൗൺ ടൈം പീരീഡിൽ എന്ത് സംഭവിച്ചു? എല്ലാവരും ബോറടിച്ച് വീട്ടിലിരിക്കുന്ന ഒരു ടൈം. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മെയിൻലി എനിക്ക് ഓൺലൈൻ ക്ലാസ് കാര്യങ്ങൾ, ഞാൻ BBA പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാനും ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു ചാനലിൽ വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും. സോ റീസണബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് ടൈം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയപ്പോൾ ഞാൻ അത് സംതിങ് എന്തെങ്കിലും കാര്യപ്പെട്ടതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഞാൻ അന്ന് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതും. സോ അത്രയും ഒരു ലോങ് ടൈമിൽ നിന്ന് പിന്നീട് ഈ ഒരു ചാനലിൽ പിന്നീട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഞാൻ അതിൻ്റെ റീസണിലോട്ട് വരാം. സോ റീസണിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല റീസൺസും ഉണ്ട്. സൊസൈറ്റി ആയിട്ടാണെന്നുണ്ടെങ്കിലും റിലീജിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും മറ്റുള്ള നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും പല ഇഷ്യൂസ് ഉണ്ട്. സോ അതിൽ നിന്ന് മേജറായിട്ടൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള മിക്ക വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണല്ലോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസിലാണെന്നുണ്ടെങ്കിലും ഞാൻ നമ്മളെ ബോഡിയിലെ ഔറ കാര്യങ്ങൾ, ഔറ മീൻസ് ആക്ച്വലി നമ്മൾ ഒരു മെന്നിനെ സംബന്ധിച്ചിടത്തോളം, ആണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക്കലി അവൻ്റെ പ്രൈവറ്റായിട്ട് ഉള്ള പാർട്സും അതുപോലെ തന്നെ അവന് പബ്ലിക്കലി കവേർഡ് ആവേണ്ട ചില പാർട്സ് ഉണ്ട്. പബ്ലിക്കലി അവന് അൺകവേർഡ് ആക്കാൻ വേണ്ടി പറ്റില്ല. സോ അതിൽ വരുന്നതാണ് നമ്മളെ പുക്കൾ മുതൽ നമ്മളെ കാലിൻ്റെ മുട്ട് വരെ. സോ അത്രയും പോർഷൻ നമ്മൾ കവേർഡ് ആക്കിയിരിക്കണം. അതിൻ്റെ താഴോട്ടും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ടും നമുക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല. സോ ആ ഒരു പോർഷൻ ഞാൻ ആക്ച്വലി എൻ്റെ വീഡിയോയിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ക്ലിപ്പുകളും അത്രയും വീഡിയോസ് കാര്യങ്ങളും എല്ലാം നമ്മളെ ഫിറ്റ്നസ്, നോർമലി ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എങ്ങനെയാണോ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് ആക്ച്വലി ഇസ്ലാമിക്കലി പിന്നീട് അന്ന് അതിനെപ്പറ്റി എനിക്ക് അറിയാമെങ്കിൽ പോലും ഞാൻ അതിനെപ്പറ്റി അത്രത്തോളം ബോധേഡ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ പിന്നീട് അതിനെപ്പറ്റി ഞാൻ പഠിച്ചു, കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിച്ചു വന്നപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയതും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തി കളഞ്ഞതും. സോ ആക്ച്വലി നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആഖിറാണ്, അതായത് ഈ ഒരു ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ്. സോ അതാണ്. സോ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്ത് കളഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് കുറ്റബോധമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അന്നുണ്ടായിരുന്ന വീഡിയോസിനേക്കാളും ഇനിയും ക്വാളിറ്റിയും കണ്ടൻസും കാര്യങ്ങളും കുറച്ചും കൂടി സെറ്റപ്പ് ആയത്. കാരണം അന്നുണ്ടായിരുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ ഞാൻ പേഴ്സണലി വരുത്തിയിട്ടുണ്ട്. സോ അത് ആക്ച്വലി ഇനി നല്ല ക്വാളിറ്റി കണ്ടൻസ് നല്ല രീതിയിൽ ഇത് ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് തരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. സോ മേ ബി അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലിപ്പ് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള BGM അതുപോലെ തന്നെ മ്യൂസിക്, പാട്ട് കാര്യങ്ങളെല്ലാം എൻ്റെ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും ആക്ച്വലി ഇസ്ലാമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയസ് ആസ്പെക്റ്റിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള കാര്യങ്ങളാണ്. സോ അതും ഞാൻ എൻ്റെ വീഡിയോസിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്യാൻ നോക്കി. സോ ഇതെല്ലാം കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോ വെറും ബ്ലാങ്ക് വീഡിയോ ആയിട്ടിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ക്ലിപ്പുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കി നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും വീഡിയോകൾക്ക് ആ ഒരു പൂർണ്ണത കിട്ടുന്നില്ല. സോ അവർ അൺസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് എന്ത് ചെയ്തു, വീഡിയോസ് കാര്യങ്ങളെല്ലാം അതിൽ നിർത്തി റിമൂവ് ചെയ്യുക ചെയ്തത്. സോ അതിലൊരൊറ്റ വീഡിയോ മാത്രമേ ഞാനിപ്പോൾ അതിൽ വെച്ചിട്ടുള്ളൂ. അത് ആക്ച്വലി ഒരു നോളജബിൾ ആയിട്ടുള്ള, അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഓരോരോ സ്കാം കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ സ്കാം ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. സോ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാനത് അവിടെ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്.
സോ ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ആഗ്രഹമുണ്ട്. സോ ഞാനിനി വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ താഴെ കൊടുക്കും. സോ എൻ്റെ ഈ ഒരു അവതരണം ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് ആ ഒരു ചാനലിലോട്ട് വന്ന് ജോയിൻ ചെയ്യാം. അതിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. സോ അതിൽ ഞാൻ പുതുതായിട്ട് നല്ല കണ്ടൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. കാരണം ഞാൻ ഈ ഒരു ലോങ് ടൈമിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുകയും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ബോഡിയിൽ. അപ്പോൾ ഞാനിതിൽ ഏറ്റവും വീക്ക് പോയിന്റിലോട്ട്, ഇപ്പോൾ കൊറോണയുടെ ടൈമിന് ശേഷം കൊറോണ പിടിപെട്ട ഒരാളും കൂടിയാണ് ഞാൻ. സോ ആ ഒരു ടൈമിൽ എൻ്റെ കംപ്ലീറ്റ്ലി എനർജിയും എൻ്റെ സ്റ്റാമിന കാര്യങ്ങളെല്ലാം ലോസായി പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം എൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം ലോസായി. അതായത് ഓൾമോസ്റ്റ് അത്യാവശ്യം ഒരു അത്ലറ്റിക് ബോഡി ആയിട്ടുള്ള ഒരു ഫിസിക്ക് ആയിരുന്നു എൻ്റെത്. ഒരുപാട് മസ്കുലർ ഫിസിക്ക് ഒന്നും അല്ലായിരുന്നു. സോ ആ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോഡിയിൽ ഒരുപാട് മസിൽ ലോസ് സംഭവിക്കുകയും അതുപോലെ തന്നെ ഫാറ്റ് ഒരുപാട് ഗെയിൻ ചെയ്ത് ബോഡി ഔട്ട് ഓഫ് ഷേപ്പിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ജോലിയിലോട്ട് ജോയിൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ കണ്ടൻസ് ആണെങ്കിലും ക്രിയേഷനിലോട്ട് ഒന്നിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈമിൽ നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. സോ ഇനി അങ്ങോട്ട് ഇൻഷാള്ള വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ ഒരു ചാനലിൽ ഓൾമോസ്റ്റ് ഈ 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് മേ ബി ഈ എൻ്റെ മുന്നത്തെ അവതരണ രീതിയും ആ ഒരു രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. സോ അതുകൊണ്ടായിരിക്കും അവർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. സോ ഇതിൽ നിന്ന് ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾ എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ചാനലിന് താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോക്ക് താഴെ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ചാനലിലോട്ട് വരാം. സോ അതിൽ ഇൻഷാല്ല നമ്മൾ വീണ്ടും കൂടുതൽ നല്ല കണ്ടൻസ് കാര്യങ്ങൾ, ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കണ്ടൻസ് കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ ഇതിൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എല്ലാം കടന്നു പോയിട്ടുണ്ട്. സോ അതിന് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അതിൽ വരാൻ കിടക്കുന്നുണ്ട്. കാരണം ആക്ച്വലി ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ബോഡിയിലല്ലായിരുന്നു ഞാനൊരു കഴിഞ്ഞൊരു വർഷം മീൻസ് ഒരു 4 മാസം മുന്നേ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഒരു 2025 സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 4 മാസം മുന്നേ എൻ്റെ ബോഡിയുടെ അവസ്ഥ വേറൊരു കോലത്തിലായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാനിതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്തിരിക്കുക. ഞാൻ ഇൻഷാല്ലാ വീഡിയോസ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യും. സോ ഇത്രയാണ് ഈ വീഡിയോയുടെ മെയിൻ കൺക്ലൂഷൻ എന്താണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ റീസണബിൾ ആയിട്ട് അന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതിൽ വീഡിയോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാതിരുന്നത്. സോ ഇപ്പോൾ ആ വീഡിയോ കാര്യങ്ങൾ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചാനലിൽ കാണാം. ഓക്കെ, താങ്ക് യു.